BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു. അപ്പൊ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഹർത്താൽ നടത്തുകയാണ്. അപ്പൊ ഇതില് ഏതൊക്കെ ആൾക്കാരാണ് പ്രതികരിക്കുന്നത്, സമരം നടത്തുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനായിട്ടുണ്ടാവുക? ഇപ്പൊ ആക്ഷൻ കൗൺസിൽ വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ശക്തമായ രീതിയിൽ ഹർത്താൽ ഉണ്ടാകും, വഴി തടയും, അതായത് വരുന്ന വാഹനങ്ങളെ അവർ തടയുന്നാണ് പറയുന്നത്. കാരണം നിതിരാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഘടനകളാണ് മുൻപന്തിയിലേക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വിവരം വരുന്നുണ്ട്, പല പ്രധാനപ്പെട്ട അതായത് ഒരുമിച്ച് ഹർത്താൽ നടത്താവുന്ന സംഘടനകള് അതിന് മാറി നിൽക്കുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ KSUവിന്റെ വേറൊരു മാർച്ചിന്റെ കാര്യവും ഭയങ്കര വിചിത്രമായിട്ടിരിക്കുവാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നിതിൻ രാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ അനുഭവിച്ചത് വളരെ ക്രൂരമായിട്ടുള്ളത് തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകർ ദൈവത്തിന് തുല്യമാണ്. പക്ഷെ ആ അധ്യാപകർ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്താലോ, അത് വാക്കുകൾ കൊണ്ട് ഈ ഒരു അടി അടിച്ചാൽ ചിലപ്പോൾ 2 ദിവസം ആ വേദന ഉണ്ടാവും. പക്ഷെ മെന്റലി ഒരു വെർബലി ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തികട്ടി നമുക്ക് വരും. അത് പതി പിന്നെ ഒരു കുട്ടിയുടെ ഒരു ജീവിതം ട്രോമ, ശരിക്കും പറഞ്ഞ ട്രോമ തന്നെയായി പോകും. കാരണം അത്രമാത്രം അവന്റെ അമ്മയ്ക്ക്, അതായത് നിതിരാജിന്റെ അമ്മയ്ക്ക് തൊഴിലുറപ്പ് ജോലിയാണ്, അച്ഛൻ പെയിന്ററാണ്. അപ്പൊ ഇതും പറഞ്ഞിട്ട് നിരന്തരമായിട്ട് കളിയാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിതിരാജിന്റെ മരണത്തിന് ശേഷമാണ് അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾ സമൂഹ മാധ്യമത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് ഇത് ഇയാളുടെ കുലത്തൊഴിൽ പോലെയാണെന്നുള്ളത്. ഡോക്ടർ റാമും അതേപോലെ സംഗീത നമ്പ്യാരുമാണ്, 2 പേരെയാണ് പിള്ളേര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇവരെ മോശമായ രീതി ചിത്രീകരിക്കുന്നത് ഡോക്ടർ റാമാണ്. അതെ, നമ്മളെല്ലാരും കേട്ടു എന്തൊക്കെയാ പാറ്റ, ബ്ലാക്കി, നീ എന്താണ് ആദിവാസി പോലെയാണോ, നിനക്ക് എന്താ അൽഷിമേഴ്സ് ഉണ്ടോ, ഇങ്ങനെ പല രീതിയിൽ മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വല്ലാത്ത രോഗിയാണെന്നുള്ളത് തോന്നും. അതേപോലെ കറുത്തിട്ടായി കഴിഞ്ഞാൽ ബ്ലാക്കി എന്ന് പറഞ്ഞ് വിളിക്കും. ഇതൊക്കെ തന്നെയാണ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇയാള്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേരിന്റെ കൂടെ ഡോക്ടർ എന്ന പദവി തന്നെ എടുത്ത് കളയേണ്ടതാണ്. കാരണം അതിന് അർഹരല്ല. ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ജീവൻ രക്ഷിക്കാൻ നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന വ്യക്തികളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ നമുക്ക് ഒരിക്കലും ദൈവത്തിനെ പോലും കാണാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഡോക്ടർമാരായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. അതെ, മാലാഖമാരായിട്ട് നമ്മൾ നഴ്സുമാരെയും കാണുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ദൈവത്തിന് തുല്യം കാണാൻ പറ്റുകയില്ല. തുല്യം കാണാല്ലേ അതായിരിക്കും പറ്റുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എന്നിട്ടും മരണത്തിൽ അസ്വാഭാവികതയുണ്ട്. അവൻ വൈകുന്നേരം രാവിലെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാണ് വൈകുന്നേരം ഞാൻ വരുമെന്ന് പറഞ്ഞതാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ലോൺ ആപ്പിൽ നിന്ന് ഇവനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അവര് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് പ്രിൻസിപ്പൾ പറഞ്ഞത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അന്നത്തെ CCTV വിഷ്വൽസ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിതിരാജ് മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് നിതിരാജ് വന്നിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പൊ അത്രയും അറിയുന്ന ഒരു വ്യക്തി എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുകയാണ്. ഇപ്പൊ ഏറ്റവും വലിയൊരു മറ്റൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ KSUക്കാര് മാർച്ച് നടത്തുന്നുണ്ട്. ഇപ്പൊ VD സതീശന്റെ ഗ്രൂപ്പ് വേറൊരു മാർച്ച് നടത്തുന്നുണ്ട്, KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ് വേറെ മാർച്ച് നടത്തുന്നുണ്ട്. ഒന്ന് എന്താ പന്തിരാനോ അങ്ങനെ പന്തി ഭോജൻ എന്നാണ് ഒരു മാർച്ചിന്, പന്തി ഭോജൻ എന്നാണ് ഒരു മാർച്ചിന്റെ പേര്. മറ്റൊരു മാർച്ചിന്റെ പേര് ആസാദി അല്ലെ. ഒന്ന് കളക്ടറേറ്റിന് മുന്നിലാണെങ്കിൽ മറ്റു വേറെ ഏതോ ഒരു സ്ഥലത്ത് പൊന്നാനിയിൽ വെച്ചിട്ടാണ് വേറൊരു മാർച്ച് നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിതിൻ രാജിന്റെ മരണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് പോരാടുന്നതെങ്കിൽ ഇവർക്ക് ഒരൊറ്റ സംഘടനയായിട്ട് പോരാടിയാൽ പോരെ. എന്തിനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്? പാവപ്പെട്ട ഒരു കുട്ടിയുടെ കാര്യത്തിലും ഇവരിങ്ങനെ 2 പക്ഷം ചേർന്ന് കാണിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക്, അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ ഇത് കാണണം. കാരണം പ്രതികരിക്കുന്ന രീതി 2 തെറ്റാണെന്നുള്ളത്. ഇത്രയും അധികാരമോഹികളാണ്. അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വരാൻ പോകുന്ന മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി എന്തടിയും ഉണ്ടായിക്കോട്ടെ, പക്ഷെ അവരെല്ലാം KSUവിന്റെ അണ്ടറിൽ വെച്ചിട്ടാണ് ഈ ഒരു സമരം നടത്തുന്നത്. പക്ഷെ ആ സമരം നടത്തുന്നതിൽ പോലും VD സതീശൻ ഒരു വിഭാഗം, KC വേണുഗോപാൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞ് നടത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിതിരാജിന്റെ നീതിയാണ് അവർക്ക് ലക്ഷ്യമെങ്കിൽ നിതിരാജിന് വേണ്ടി നിൽക്കുക, അത് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അല്ലാതെ ഇപ്പൊ രണ്ട് പക്ഷം ചേർന്ന് നിന്നിട്ട് അതിപ്പോ ഇവരുടെ രാഷ്ട്രീയ സ്വാർത്ഥതയാണ് ഇതിലൂടെ കാണിക്കുന്നത്. അല്ലാതെ നിതിരാജിന്റെ കുടുംബത്തിന് നീതി കിട്ടിയ നിതിരാജിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടല്ല കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇത്രയും രാഷ്ട്രീയ കോമാളിത്തരങ്ങൾ ഒരു പാവപ്പെട്ട ചെറുക്കന്റെ നീതി കിട്ടുന്നതിൽ വലിച്ചിഴക്കാതിരിക്കുക. ഒരു കുടുംബത്തിന്റെ സെന്റിമെന്റ്സ് നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ലാഭേച്ഛയ്ക്ക് വേണ്ടി എടുക്കാതിരിക്കുക. ഇതെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ കാണണം, മനസ്സിലാക്കണം.
കാരണം ഇത്രയ്ക്കും ഒരു ചെറിയൊരു പയ്യന്റെ മരണത്തിൽ പോലും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നടക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാരെന്നുള്ളത് ജനങ്ങൾ കണ്ടിരിക്കണം. നാളെ ചിലപ്പോൾ നിങ്ങളാകാം. അതെ. പണ്ട് സന്ദേശം സിനിമയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നമ്മൾ കണ്ടതാണ്, ആരുടെ ബോഡിയാന്നറിയില്ല, പക്ഷെ ഒരു പാർട്ടിക്കാരാക്കണം എന്നുള്ള. ഇപ്പൊ അതേപോലെ ഇവരും ഈ ഒരു ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇതിന്റെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ കാണിക്കുന്നതിലും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുകയാണ്. ശരിക്കും അതല്ലല്ലോ വേണ്ടത്.